ഐക്യത്തിന്റെ സന്ദേശം വിളിച്ചു പറഞ്ഞും നേതൃത്വത്തിൽ നിന്ന് പടിയിറങ്ങുന്നവരെ ചേർത്ത് നിർത്തിയുമായിരുന്നു പുതിയ കെപിസിസി നേതൃത്വത്തിന്റെ അധികാരമേൽക്കൽ. തന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ കെ സുധാകരൻ പുതിയ നേതൃത്വത്തിനൊപ്പം പടക്കുതിരയായി ഉണ്ടാകുമെന്ന് അണികൾക്ക് ഉറപ്പു നൽകി. തെരഞ്ഞെടുപ്പുകളിൽ തിളക്കമാർന്ന ജയം. സെമി കാഡർ മുതൽ സിയുസികളുടെ രൂപീകരണം വരെ, കുടുംബസംഗമങ്ങളുടെ എണ്ണം മുതൽ KSUക്കാരുണ്ടാക്കിയ നേട്ടം വരെ സുധാകരൻ എടുത്തു പറഞ്ഞു. എന്റെ കാലയളവിൽ ഞാൻ അവകാശപ്പെടുന്നു, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പിന്തുണയോടുകൂടി എനിക്കുണ്ടാക്കാൻ സാധിച്ചത് നേട്ടം മാത്രമാണ്, കോട്ടമില്ല എന്നെനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെട്ടിത്തുറന്ന് പറയാനുള്ള നട്ടൽ എനിക്കുണ്ട്. അത് വിശ്വാസം കൊണ്ടാണ്, യാഥാർത്ഥ്യബോധം കൊണ്ടാണ്. പുതിയ നേതൃത്വത്തെ വാനോളം പുകഴ്ത്തിയ KC വേണുഗോപാലും സുധാകരനെ ചേർത്ത് നിർത്തി. വളരെ ധീരമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ 4 വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ, കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം നയിക്കാൻ അദ്ദേഹം നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ടീമായി മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനവുമായി VD സതീശൻ. യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി തിരിച്ചു വരും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കണമെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് ഓർമ്മിപ്പിച്ച രമേശ് ചെന്നിത്തല. ജനങ്ങളാകെ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് ജനങ്ങൾ നമ്മളോട് പറയുന്നത്. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഈ വേദിയിലും സദസ്സിലുമുള്ള നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പിണറായിയെ താഴെ ഇറക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വമായി മുന്നോട്ട് പോകും. ഒറ്റക്കെട്ടായി എന്ന് പറയുകയല്ല, പ്രവർത്തിച്ച് കാണിക്കണമെന്ന് K മുരളീധരൻ. നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി എന്ന് പറയണ്ട, കാരണം അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം. അങ്ങനെ വേണ്ട, നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം. അപ്പോഴും അധ്യക്ഷസ്ഥാനം ലഭിക്കാത്തതിലുള്ള അമർഷം ഒളിപ്പിച്ചായിരുന്നു കൊടിക്കുന്നിലിന്റെ വാക്കുകൾ. ഇനിയെങ്കിലും ആ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ നിരയിൽ തീർച്ചയായും ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് അത് പരിഹരിക്കണം. അതിൽ നിന്ന് ആരെങ്കിലും ആ ഫോട്ടോയിൽ വരണം അല്ലെങ്കിൽ വരണം എന്നുള്ള അഭിപ്രായമാണ് ഞാനിവിടെ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. പുതിയ KPCC നേതൃത്വം നാളെ ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ മാറ്റങ്ങൾ KPCC ഭാരവാഹികൾക്കിടയിലും ഉണ്ടാവും. മീഡിയ 1 തിരുവനന്തപുരം.